നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. 1199 കുംഭമാസം 1-ാം തീയതി മുതൽ കുതിച്ചുയരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. കുതിച്ചുയരുക എന്നാൽ ധനപരമായും ഭാഗ്യപരമായും സാമൂഹിക മറ്റ് മേഖലകളിലൂടെ പ്രവർത്തിക്കുന്ന എന്ത് മേഖലയുമായിക്കൊള്ളട്ടെ, ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുതിച്ചുയരും. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ വളരെ വലിയ ഉയർച്ച വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. അത്യുന്നതങ്ങളിൽ എത്തുന്ന, പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയായി ലാഭങ്ങൾ നേടിയെടുക്കുന്ന, മറ്റുള്ളവരുടെ ജനശ്രദ്ധ ആകർഷിക്കാൻ കഴിയുന്ന കുറച്ച് നക്ഷത്രജാതകർ. ഇവർക്കിനി ഒരുപാട് സൗഭാഗ്യമാണ്, നേട്ടമാണ് വന്നു ചേരാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ അവരെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കുംഭമാസം 1-ാം തീയതി മുതൽ കുതിച്ചുയരും ഈ നക്ഷത്രജാതകർ. ഇത് പഞ്ചാംഗം, പ്രശ്നമാർഗം, ജ്യോതിഷ ദീപമാല, പ്രശ്നമാല ദീപിക, ഹോരശാസ്ത്രം, ജ്യോതിഷ ദീപശിഖ, മിക്ക ജ്യോതിഷ പുസ്തകങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് ഈ ഫലം പറയുന്നത്. കുംഭമാസം 1-ാം തീയതി മുതൽ ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് പൂർണ്ണമായും ശരിയായി വരും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഇവർക്ക് സാമ്പത്തികമായി ഉന്നതി വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കും. ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും. ആദ്യത്തെ നക്ഷത്രം, എല്ലാ രീതിയിലും ഐശ്വര്യം വന്നു ചേരുന്ന ആ ഭാഗ്യ നക്ഷത്രം മേടക്കൂറിലെ അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് കാര്യസാധ്യത്തിന് ഒരാളിൻ്റെ വാക്കിനെ വിശ്വസിക്കണം. ഒരാൾ തൻ്റെ ജീവിതത്തിൽ പല വാക്കുകളും പല ഉപദേശങ്ങളും നൽകാറുണ്ട്. ആ ഒരു വാക്കിനെ ഇവർ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നു തന്നെ കിട്ടും. നിങ്ങൾക്ക് ഒരുപാട് സുഖാനുഭവങ്ങൾ വന്നു ചേരണം. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണം. ഈ ഒരു സമയം അശ്വതി നക്ഷത്ര ജാതകർക്ക് നല്ല സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറും. വിചാരിച്ചു കൊണ്ടുപോകുന്ന ഏതൊരു കാര്യവും, നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഇട്ടുകൊണ്ട് വിചാരിച്ചു കൊണ്ടുപോകുന്ന ഏതൊരു കാര്യവും നിങ്ങൾക്ക് നടന്നു കിട്ടും. ഉറപ്പായും നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയമാണ് 1199 കുംഭം 1 മുതൽ ആരംഭിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അലച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ മാറും. നേട്ടമാണ്, ഭാഗ്യമാണ്. മിഥുനക്കൂറിലെ മകീര നക്ഷത്ര ജാതകർക്കും ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ ചിങ്ങക്കൂറിലെ മകം, വൃശ്ചികക്കൂറിലെ വിശാഖ നക്ഷത്രം, കുംഭക്കൂറിലെ അവിട്ടം നക്ഷത്രം, മീനക്കൂറിലെ പൂരുരുട്ടാതി നക്ഷത്രം, മീനക്കൂറിലെ രേവതി നക്ഷത്രം, കർക്കിടകക്കൂറിലെ ആയില്യം നക്ഷത്രം, മിഥുനക്കൂറിലെ തിരുവാതിര നക്ഷത്രം. ഇവർക്കൊക്കെ കുംഭമാസം 1-ാം തീയതി മുതൽ ഭാഗ്യമാണ്. തൊഴിലിൽ അഭിവൃദ്ധി വന്നു ചേരും. പുത്രലാഭമുണ്ടാകും. ഒത്തിരി നേട്ടങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങൾക്കും കാലതാമസങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ മാറും. ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകും. ഒരുപാട് നേട്ടത്തിലേക്ക് പോകും. ഈ നക്ഷത്ര ജാതകർക്ക് വ്യാഴമാറ്റം, ശനിയുടെ മാറ്റം, ഇതിനെ അടിസ്ഥാനമാക്കി മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ മാറ്റവും ഈ നക്ഷത്ര ജാതകർക്ക് നല്ലതുകൾ വന്നു ചേരുവാൻ
ഇടയാക്കും. ഇവരുടെ ജീവിതം മാറും. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു തന്നെ കിട്ടും. സാമ്പത്തികമായി ഇവർ കുതിച്ചുയരും. പ്രവർത്തനം എല്ലാ രീതിയിലും നേട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കും. നിങ്ങൾ പല രീതിയിലും പല കാര്യങ്ങളും ഇതിനകം ചെയ്തിട്ടുണ്ടാകാം, പല പ്രവർത്തനങ്ങളും പല കാര്യങ്ങളും, എന്നാൽ ഫലം കാണുന്നില്ല. എന്നാൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഒരുപാട് നേട്ടമായിരിക്കും. ചിലർക്ക് വലിയ വലിയ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായി കാണുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലും ഇനി മാറ്റം വന്നു ചേരും. കുതിച്ചുയരുന്നത് പോലെ താഴ്ചയും ഒരാളുടെ ജീവിതത്തിലുണ്ടാകും. കഴിഞ്ഞുപോയ കാലഘട്ടം നിങ്ങളുടെ താഴ്ചയുടേതായിരുന്നു. ഇനി നിങ്ങൾക്ക് വിജയമാണ്. ഒരു ആഗ്രഹവുമായി നിൽക്കുന്ന നിങ്ങൾക്ക് കുംഭമാസം 1-ാം തീയതി മുതൽ ആ ആഗ്രഹങ്ങളൊക്കെ ഫലത്തിൽ വരും. പണം, പദവി എല്ലാം വന്നു ഭവിക്കും. കുതിച്ചുയരുവാൻ കഴിയുന്ന സമയമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളിലും കുതിച്ചുയരുമെന്ന്. ഇത് ഇപ്പോൾ പ്രയോജനത്തിൽ വരുന്ന, നല്ല രീതിയിൽ പ്രയോജനത്തിൽ വരുന്ന നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ. ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം വന്നു ചേരുന്നില്ല എങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു ജ്യോതിഷനെ കാണുക. ചിലപ്പം ചെറിയ ഒരു ഏലസ് മതിയാകും, ചിലപ്പം കുടുംബക്ഷേത്രത്തിൽ ഒരു നേർച്ചയാകും. നല്ല ജ്യോതിഷനെ കാണുക, വർഷഫലം പരിശോധിക്കുക, വേണ്ടുന്ന പരിഹാരം ചെയ്യുക. അത് നിങ്ങളെ ജീവിതത്തിലെ എല്ലാ വിഷമഗന്ധികളും മാറിക്കിട്ടും. ഒരുപാട് നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തും. പൂർണ്ണമായ ഒരു വിജയം നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങളുടെ ഭാഗ്യനാളുകളാണ്. ഇനി ഒരുപാട് സമൃദ്ധിയാണ്, സന്തോഷമാണ്. ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. നല്ലത് വരുവാൻ പ്രാർത്ഥന നടത്തും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഫലിക്കും, ഉറപ്പാണ്.